So dear students, next topic is D'Alembert's principle. Okay, so D'Alembert's principle നമ്മൾ നേരത്തെ പഠിച്ചതിന് സിമിലർ ആയിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. So it is an application of Newton's second law to a moving body. Okay, so നമ്മൾ പറഞ്ഞായിരുന്നു dynamics and statics. Okay, so statics we are taking the equilibrium. Okay, equilibrium equations ആണ് എടുക്കുന്നത്. That is static equilibrium എന്ന് പറയുമ്പോൾ we are equating it to 0. Okay, again dynamics ഏത് ഡയറക്ഷനിലാണ് മോഷൻ, okay, x ഡയറക്ഷനിലാണെങ്കിൽ ആ ഡയറക്ഷനിലെ മോഷന് we are, okay, forces we are equating it into mass into acceleration. Okay, so ഇതായിരുന്നു സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡൈനാമിക്സിൽ കൈനറ്റിക്സിൽ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ ഒരു ഡൈനാമിക്സ് പ്രോബ്ലത്തിന് നമുക്ക് ഒരു സ്റ്റാറ്റിക് പ്രോബ്ലം ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, സോ സ്റ്റാറ്റിക് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ, അതായത് ഇതിനെ ഇക്വിലിബ്രിയം ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഈ എം എ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, അതായത് എഫ് എക്സ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 അല്ലേ? സോ ഇവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്കത് എങ്ങനെ എഴുതാം, എന്ത് പറയാം? ദാറ്റ് ഈസ് ഡൈനാമിക് ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ, സോ വി ക്യാൻ കൺവേർട്ട്, അതായത് ഇതൊരു ഡൈനാമിക് പ്രോബ്ലമാണ്. സോ വി ക്യാൻ കൺവേർട്ട് ദിസ് ഡൈനാമിക് പ്രോബ്ലം ഇൻ ടു ആൻ ഇക്വലൻറ്റ് സ്റ്റാറ്റിക് പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കാം. സോ എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ. അതാണ് D'Alembert's പ്രിൻസിപ്പളിൻ്റെ ബേസിക് ഐഡിയ. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എം എ നമുക്ക് എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അഗെയിൻ ഈ മൈനസ് എം എ എന്ന ടേം എന്താ? ദാറ്റ് ഈസ് ദ ഇനേർഷ്യൽ ഫോഴ്സ്. ഓക്കെ, ഇനേർഷ്യൽ ഫോഴ്സ് ആണ് മൈനസ് എം എ. സോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനേർഷ്യൽ ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു what? Mass into acceleration. Okay, so the magnitude of inertial force is equal to the product of mass and acceleration. And if there is minus undalle, so minus means what? It is acting opposite to the direction of acceleration. Okay, എങ്ങോട്ടാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ വെൻ ദറ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത്, ഓക്കെ, ആക്സിലറേറ്റ് ചെയ്യാൻ നേരത്ത്, if a person standing inside a bus will move backward. Okay, so force forward apply ചെയ്യാൻ നേരത്ത് ആ person moving inside, standing inside the bus will move backwards. അതായത് inertia is acting backwards. Okay, ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനേർഷ്യ ആക്ട് ചെയ്യുന്നത്. സോ ഇനേർഷ്യൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇസ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, സോ ആ ഇനേർഷ്യൽ ഫോഴ്സ് നമ്മൾ എഫ് ഐ ഇസ് ഈക്വൽ ടു മൈനസ് എം എന്ന് എഴുതാമല്ലോ. ഓക്കെ, ദെൻ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് എഫ് മൈനസ് എം എ അല്ലേ, അല്ലെങ്കിൽ എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് പ്ലസ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, എഫ് പ്ലസ്, അതായത് ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു എന്നേ ഉള്ളൂ. എഫ് പ്ലസ് മൈനസ് എം എന്ന് എഴുതി. ആൻഡ് വാട്ട് വി നോ വാട്ട് മൈനസ് എം എ ഇസ്. മൈനസ് എം എന്ന് വെച്ചാൽ ദറ്റ് ഈസ് ദ ഇനേർഷ്യൽ ഫോഴ്സ്. സോ വി ക്യാൻ റൈറ്റ് ഈ മൈനസ് എം എക്ക് പകരം എഫ് ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, റീപ്ലേസ് ചെയ്തു. സോ എഫ് പ്ലസ് എഫ് ഐ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഇനേർഷ്യൽ ഫോഴ്സും അതുപോലെ തന്നെ ഫോഴ്സും അതിൻ്റെ സം എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു 0. സോ ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Okay, so we are converting a dynamic problem into a static problem using D'Alembert's principle. So D'Alembert's principle states that the resultant of a system of force acting on a body in motion is in dynamic equilibrium with the inertial force. Okay, so equilibriumത്തിലാണ് ഏതെങ്കിലും ഒരു മൂവിങ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദി ഇനേർഷ്യൽ ഫോഴ്സ്. ഓക്കെ, അതായത് ആ റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെയും ഇനേർഷ്യൽ ഫോഴ്സിൻ്റെയും സം എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി ആർ ടേക്കിംഗ് ഇനേർഷ്യൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് D'Alembert's പ്രിൻസിപ്പിൾ. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് പോലെ തന്നെയാണ്. ദ ഓൺലി ഡിഫറൻസ് ഇസ് എം എ നമ്മൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുന്ന മാസ് ഇൻറ്റു ആക്സലറേഷൻ വിൽ കം ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ മൈനസ് എം എ എന്ന് വരും. ദറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. അപ്പോൾ D'Alembert's പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ
റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എം എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുക. ദാറ്റ് ഈസ് ഓക്കെ, ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നേരത്തെ ഉള്ള ഹൊറിസോണ്ടൽ അതുപോലെ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഓക്കെ അല്ലെങ്കിൽ കണക്റ്റഡ് ബോഡീസിൽ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡിയലംബേർട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, എ ഫോഴ്സ് ഓഫ് 300 Newton ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് മാസ് 150 kg. കാൽക്കുലേറ്റ് ആക്സിലറേഷൻ യൂസിങ് ഡിയലംബേർട്സ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ഗിവൺ ഡേറ്റ എന്തൊക്കെയാണ്? ഫോഴ്സ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. സോ ഡിയലംബേർട്സ് പ്രിൻസിപ്പിൾ എന്താണ്? എഫ് പ്ലസ് മൈനസ് എം എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ 300 ആണ് ഫോഴ്സ് ആൻഡ് മൈനസ് എം എ. ഓക്കെ, സോ എം എസ് 150 ആൻഡ് എ നമുക്ക് അറിയില്ല, എ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 300 മൈനസ് 150 എ 0. സോ എ ഓക്കെ, എ ഇസ് ഈക്വൽ ടു 2 m/s². ഓക്കെ, ക്ലിയർ? സോ വേറെ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതിന് അല്ലെങ്കിൽ കോൺസെപ്റ്റിനോ ഡിഫറൻസ് ഒന്നുമില്ല. വി ആർ ടേക്കിംഗ് ദിസ് എം എ ടു ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നാണ്, അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്, റൈറ്റ്? സോ ഡിയലംബേർട്സ് പ്രിൻസിപ്പിളിൽ എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും. ക്ലിയർ? അഗെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So a system of weights connected by strings passing over pulleys A and B is shown in figure. Find the acceleration of P, Q and R using D'Alembert's principle. Okay, so ഇവിടെ ഒരു രണ്ട് പുള്ളീസ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഓക്കെ, ആൻഡ് ഇതിൽ കണക്ട് ചെയ്ത് സ്ട്രിങ്, അതായത് 3 വെയിറ്റ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ടോട്ടലി. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു പുള്ളി തന്നിട്ടുണ്ട്, ഇവിടെ ഒരു വെയിറ്റ് ഹാങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സോ ഈ പുള്ളി എയുടെ ഈ ഒരു സ്ട്രിങ് പുള്ളി ബിയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അഗെയിൻ പുള്ളി ബി എന്ന് 2 വെയിറ്റ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ 2 പുള്ളീസ് ഉണ്ട്, എ ആൻഡ് ബി. ഓക്കെ, എ ആൻഡ് ബി, ആൻഡ് എയിൽ ഒരെണ്ണം വെയിറ്റും ഓക്കെ അത് അടുത്ത സ്ട്രിങ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു അനദർ പുള്ളി ബി. ഓക്കെ, ആൻഡ് അഗെയിൻ ബി രണ്ട് വെയ്റ്റ്സ് ബിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 6 Newton ആൻഡ് 4 Newton. സോ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ് മോഷൻ എന്ന് ഫസ്റ്റ് അറിയണം. ഓക്കെ, സോ മോഷൻ ഡയറക്ഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സൈൻ, അതായത് എഫ് മൈനസ് ആണോ ഓക്കെ എങ്ങനെയാണെന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ ഏതാണ്, ഇപ്പോൾ 3 വെയിറ്റ് ഉണ്ട്, ഈ 3 വെയിറ്റിലും ഏതാണ് ഹയർ, ഓക്കെ ലാർജർ മാസ് ഏതിനാണെന്ന് നോക്കാം. സോ ലാർജർ വെയിറ്റ് ഏതായിരിക്കും? ഇവിടെ 15 Newton ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, സോ 15 Newton ആണ് ലാർജർ. സോ ഇവിടെ ഇങ്ങനെ 15 Newton ലാർജർ ആയിട്ടൊരു വെയിറ്റ് ഉള്ളപ്പോൾ ഓക്കെ ലാർജർ ആയിട്ടൊരു വെയിറ്റ് ഇവിടെ ഉള്ളപ്പോൾ എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ്? ഇങ്ങോട്ടായിരിക്കും മൂവ്മെൻറ്റ് അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ദ മൂവ്മെൻറ്റ് ഓഫ് ദിസ് പുള്ളി എയിൽ ഈ മൂവ്മെൻറ്റ് ഇങ്ങോട്ടേക്കായിരിക്കും. ഓക്കെ, സോ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ഓക്കെ ഈ സ്ട്രിങ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഇതെങ്ങോട്ടായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ഈ പുള്ളി ബി മേളിലേക്ക് അപ്വേർഡ് മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? സോ അതാണ് ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സോ ആദ്യത്തെ പാർട്ട് ഇവിടെ ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ ആക്സിലറേഷൻ വെച്ചിട്ട് ഇത് ഡൗൺവേർഡ്സ് മൂവ് ചെയ്യാൻ നേരത്ത് ഈ പുള്ളി ബി ഓക്കെ ബി ആണ് ഈ സെക്കൻഡ്, അതായത് ഈ ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ ഒരു സൈഡിൽ ബി ആണ് കണക്ട് ചെയ്തത്. സോ ബി എന്ന പുള്ളി കംപ്ലീറ്റ്ലി വിൽ മൂവ് അപ്വേർഡ്സ്. ഓക്കെ, സോ എയിൽ എന്തൊക്കെയാണ് കണക്റ്റഡ്? വൺ ഇസ് ദിസ് വെയിറ്റ് ആൻഡ് അതർ ഇസ് ദിസ് പുള്ളി. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു പോർഷൻ മാത്രം എടുക്കുക, ഈ ഒരു പോർഷൻ മാത്രം ഓക്കെ ഇത്രയും പോർഷൻസ് മാത്രം കൺസിഡർ ചെയ്താൽ എങ്ങനെ വരും? എയിൽ ഒരു സൈഡിൽ ഒരു വെയിറ്റും അടുത്ത സൈഡിൽ ഒരു പുള്ളിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ വെയിറ്റ് ഈ കമ്പാരിറ്റീവ്ലി ഈ വെയിറ്റ് നോക്കുമ്പോഴത്തേക്ക് ലാർജറാണ്. സോ ഈ വെയിറ്റിൽ ഓക്കെ അതായത് ഈ ഒരു ഡൗൺവേർഡ്സിലായിട്ടായിരിക്കും, അതായത് ഈ ഒരു പോർഷൻ ആയിരിക്കും ഡൗൺവേർഡ് മൂവ് ചെയ്യുക. ഓക്കെ, ഈ പുള്ളി അപ്വേർഡ്സ് ആണ്. സോ പുള്ളി വെയ്റ്റ്ലെസ് പുള്ളീസ് ആണ് നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത്. സോ ഈ പോർഷൻ അപ്വേർഡ്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അഗെയിൻ
സോ ഇവിടെ ആക്സിലറേഷൻ എ ആണെങ്കിൽ ഇവിടെ മൈനസ് എ. ഓക്കെ, മേളിലേക്കായിരിക്കും ആക്സിലറേഷൻ. ക്ലിയർ? സോ രണ്ട് ആക്സിലറേഷനും സെയിം ആണ് ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ സെയിം സ്ട്രിങ്. ഓക്കെ, സോ രണ്ട് ആക്സിലറേഷനും സെയിം തന്നെയാണ്. അഗെയിൻ ഇനി ഈ ഒരു ബിയിൽ വരാൻ നേരത്ത് ബിയിലും രണ്ട് ഫോഴ്സസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 6 and 4. ഓക്കെ, സോ ഇതിൽ ലാർജർ ഫോഴ്സ് ഏതാ? 6 ആണ് ലാർജർ ഫോഴ്സ്. സോ ഇവിടെ എങ്ങോട്ടായിരിക്കും മോഷൻ? ഓക്കെ, സോ മോഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, ഇവിടെ ഇങ്ങനെ. ബട്ട് വി നോ ഈ പുള്ളി ബി കംപ്ലീറ്റ്ലി എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? അപ്വേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ആക്സിലറേഷൻ എ അപ്വേർഡ്സ്. ഓക്കെ, A1 ഡൗൺവേർഡ്സ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും കാരണം ഇറ്റ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ഈ സ്ട്രിങ്ങും ഈ സ്ട്രിങ്ങും, സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ ദ സെയിം സ്ട്രിങ്. അതുകൊണ്ട് ഇവിടെയുള്ള ആക്സിലറേഷനും സെയിം ആണ്, A1. ഓക്കെ, സോ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആക്സിലറേഷൻ, അപ്പം അതായത് നമ്മൾ ഈ ഒരു ബോഡി മാത്രം എടുത്താൽ ഇതിൻ്റെ ആക്സിലറേഷൻ A1 ആയിരിക്കും, ഇതിൻ്റെത് A1. ഓക്കെ, സോ ദിസ് ഇസ് ഡൗൺവേർഡ്സ് ആൻഡ് ദിസ് ഇസ് അപ്വേർഡ്സ്. ഇത് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഡൗൺവേർഡ്, ഇത് വെയിറ്റ് കുറവുള്ളതുകൊണ്ട് അപ്വേർഡ്. എഗെയിൻ ഇപ്പോൾ ഇത് കൂടാതെ ഈ ബിയുടെ ആക്സിലറേഷൻ എന്തായിരുന്നു? എ. പുള്ളി ബിയുടെ ആക്സിലറേഷൻ എ ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ രണ്ട് ആക്സിലറേഷൻ വരും, അതായത് റിലേറ്റീവ് ആക്സിലറേഷൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ക്യൂവിൽ എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഇങ്ങോട്ടൊരു ആക്സിലറേഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഈ ബിയുടെ ആക്സിലറേഷൻ അപ്വേർഡ് ആക്സിലറേഷനും ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെയുള്ള ആക്സിലറേഷൻ ക്യൂവിലുള്ള ആക്സിലറേഷൻ എന്തായിരിക്കും? A1 മൈനസ് എ. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, നമ്മൾ ഡൗൺവേർഡ് A1 എന്ന് എടുത്താൽ അപ്വേർഡ് A1 മൈനസ് എ. ഓക്കെ, അഗെയിൻ ഇവിടെ എങ്ങനെയായിരിക്കും മോഷൻ? സോ ഇവിടെ രണ്ടും സെയിം ഡയറക്ഷനിലേക്കാണ്, സോ A1 പ്ലസ് എ എന്ന് എഴുതാം. ഓക്കെ, രണ്ടും ആഡ് ചെയ്യുക, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുക. ക്ലിയർ? സോ ഇസ് ദിസ് ക്ലിയർ? ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ പുള്ളി എയും ബിയും തന്നിട്ടുണ്ട്, 3 വെയിറ്റും തന്നിട്ടുണ്ട്, ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ. അതായത് ഇവിടെയുള്ള ആക്സിലറേഷൻ ആൻഡ് ബിയിലുള്ള, അതായത് ക്യൂയിലുള്ള ആറിലുള്ള ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ പിയിലുള്ള ആക്സിലറേഷൻ എന്തായിരിക്കും? എ ആണ്. ഓക്കെ, ആൻഡ് പുള്ളി ബിയിലെ ആക്സിലറേഷനും എന്ത് തന്നെയാണ്? എ ആണ്. ഓക്കെ, അഗെയിൻ ഈ പുള്ളി ബിയിലെ ഈ ക്യൂ, ഓക്കെ, ബോഡി ക്യൂവിൻ്റെ ആക്സിലറേഷൻ A1ഉം അതുപോലെ തന്നെ ആറിൻ്റെ ആക്സിലറേഷൻ A1. ഓക്കെ, അഗെയിൻ വി ഹാവ് ടു ഫൈൻഡ് ദി അബ്സല്യൂട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ റിലേറ്റീവ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സോ A1 മൈനസ് എ എന്ന് എഴുതാം, A1 പ്ലസ് എ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ, റിലേറ്റീവ് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്ലിയർ? അഗെയിൻ നമ്മൾ ഫസ്റ്റ് ബോഡി പി കൺസിഡർ ചെയ്യുക. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ഒരു എൻഡിൽ നിന്ന് തുടങ്ങാം, അതായത് പി ഈ ബോഡി കൺസിഡർ ചെയ്യുക. സോ ഈ ബോഡിയിൽ എങ്ങോട്ടാണ് മോഷൻ ഉള്ളത്? താഴേക്ക്. ഓക്കെ, ഡൗൺവേർഡ് മോഷനാണ്. ഇതിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്? ഓക്കെ, സോ ദ ഫോഴ്സസ് ആക്ടിങ് ആർ, ഒന്ന് ഇതിൻ്റെ വെയിറ്റ്, പിന്നെ ഉള്ളത് ടെൻഷൻ. ഓക്കെ, സോ വെയിറ്റ് ആൻഡ് ടെൻഷൻ. സോ ടെൻഷൻ നമുക്ക് TP എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ TP എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിനോട്ട് ചെയ്യാം. സോ ഞാനിവിടെ TP എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ടെൻഷനും ഈ ടെൻഷനും രണ്ടും സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ദിസ് ആൻഡ് ദിസ് ടെൻഷൻ, ഓക്കെ, ഇത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. ക്ലിയർ? സോ TP നമുക്കപ്പോൾ ഇങ്ങനെ രണ്ട് ഫോഴ്സസും ഉണ്ട്, ഇതിൻ്റെ മോഷൻ ഡയറക്ഷൻ അറിയാം, ഡൗൺവേർഡ്സ് ആണ്. അഗെയിൻ അക്കോർഡിംഗ് ടു ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ എന്താ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണ്? F ഇസ് ഈക്വൽ ടു MA എന്ന് ഇക്വേറ്റ് ചെയ്യും അല്ലേ? സോ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതാൻ നേരത്തെ F മൈനസ് MA ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ ഈ ഡിയലബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ടുള്ള പ്രോബ്ലം അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമായിട്ട് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി എല്ലാ സ്റ്റെപ്സും സെയിം തന്നെയാണ്. സോ ഇവിടെ F മൈനസ് MA ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് F? ഓക്കെ, സോ ഫോഴ്സ്, നെറ്റ് ഫോഴ്സ് എന്തായിരുന്നു? നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ ഡൗൺവേർഡ്സ് ആണ്. സോ 15 നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക, TP നെഗറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, സോ 15 മൈനസ് TP പ്ലസ് ഓക്കെ മൈനസ് ഓഫ് MA. ഓക്കെ, സോ മൈനസ് M എന്ന് പറഞ്ഞാൽ മാസ്സാണ്. മാസ് നമുക്കിവിടെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. സോ വെയിറ്റിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതും? W/G. സോ W is 15 by 9.81 into acceleration. ഓക്കെ, സോ ബോഡി പിയുടെ ആക്സിലറേഷൻ എന്തായിരുന്നു? A ആണ്. ഓക്കെ, സോ ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 0.
ഓക്കെ, സോ ഇവിടെ നമുക്ക് ടി പിയുടെ വാല്യൂ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ടി പി ഇസ് ഈക്വൽ ടു 15 മൈനസ് 1.53 എ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ ഈ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഈ ഒരു പ്രോബ്ലം കുറച്ച് ലെങ്തിയർ പ്രോബ്ലം ആണ്, അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അഗെയിൻ കൺസിഡർ ബോഡി ക്യൂ. സോ പി കൺസിഡർ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്യൂ ആറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ക്യൂ എടുക്കാൻ നേരത്തും ഓക്കെ, സോ ക്യൂവിൽ എങ്ങോട്ടാണ് മോഷൻ? ഈ ക്യൂ മാത്രം, നിങ്ങൾ വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, ഈ ഒരു ക്യൂ മാത്രം കൺസിഡർ ചെയ്യുക. ക്യൂവിൽ എങ്ങോട്ടായിരിക്കും മോഷൻ? ഡൗൺവേർഡ്സ്. ഓക്കെ, സോ ക്യൂവിൽ ഡൗൺവേർഡ്സ് ആണ് ആക്സിലറേഷൻ. സോ അക്കോർഡിംഗ് ടു ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ എടുക്കാം? എഫ് മൈനസ് എം ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഓക്കെ, അഗെയിൻ 6, അതുകൊണ്ട് എങ്ങോട്ടായിരിക്കും? 6 പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ആക്സിലറേഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഈ ഡയറക്ഷൻ പോസിറ്റീവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ നെഗറ്റീവും. ഓക്കെ, സോ ഇവിടെ 6ന് നമ്മൾ പോസിറ്റീവ് വാല്യൂ ആൻഡ് ടി ക്യൂ നെഗറ്റീവ് കൊടുത്തു. സോ 6 മൈനസ് ടി ക്യൂ പ്ലസ് അഗെയിൻ മൈനസ് ഓഫ് എം എ. ഓക്കെ, സോ ഇവിടെ മാസ് എത്രയായിരുന്നു? 6/9.81. ഓക്കെ, 6/9.81 ഇൻറ്റു ക്യൂവിൻ്റെ ആക്സിലറേഷൻ. ക്യൂവിൻ്റെ ആക്സിലറേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, അതായത് ആബ്സല്യൂട്ട് ആക്സിലറേഷൻ എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഇങ്ങോട്ട് A1ഉം ഇങ്ങോട്ടേക്ക് എയും. ഓക്കെ, സോ A1 മൈനസ് എ ആബ്സല്യൂട്ട് ആക്സിലറേഷനാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ A1 മൈനസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, A1ൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. സോ നമ്മൾ A1 അത് പോസിറ്റീവ് അല്ലേ, ഡൗൺവേർഡ്സ് അല്ലേ മോഷൻ. സോ അതുകൊണ്ടാണ് A1 പോസിറ്റീവ് എടുത്തത് ആൻഡ് എ നമ്മൾ നെഗറ്റീവ് എടുത്തു. A1 മൈനസ് എ. ക്ലിയർ? സോ അഗെയിൻ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിലേക്ക് വാല്യൂസ് ഓക്കെ, ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. സോ ഒരു ടി പിക്കും ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ടി ക്യൂ ഒരു ഇക്വേഷൻ കിട്ടി. ക്യാൻ വി സോൾവ് ദിസ് ഇക്വേഷൻ? ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി, ബട്ട് ക്യാൻ വി സോൾവ് ദിസ്? സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ടി പി അൺനോൺ ആണ്, ടി ക്യൂ അൺനോൺ ആണ്. അഗെയിൻ എ അൺനോൺ ആണ്, A1 അൺനോൺ ആണ്. ഓക്കെ, സോ 4 അൺനോൺസ് ഉണ്ട്. സോ 2 അൺനോൺസ് ആയിരുന്നെങ്കിൽ 2 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടിയാൽ മാത്രമേ ഈ 4 അൺനോൺസും സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇത്രയും ക്ലിയർ അല്ലേ? അതായത് പി ഫസ്റ്റ് വി ടുക്ക് ദി വെയിറ്റ് പി. ഓക്കെ, പി ബോഡി കൺസിഡർ ചെയ്തു, അതിൻ്റെ ആക്സലറേഷൻ ഡൗൺവേർഡ്സ്. സോ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഡിയലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക, ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. അഗെയിൻ ബോഡി ക്യൂ എടുത്തു. ഓക്കെ, സോ വി ഗെറ്റ് ഇൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ ടെൻഷൻ ടി ക്യൂ ആയിരിക്കും. ഓക്കെ, സോ ടെൻഷൻ ടി ക്യൂ, ഇവിടെ ടി ആർ. ഇവിടെ ടി ക്യൂ ആൻഡ് ടി ആർ ഈക്വലും ആണ്. ഓക്കെ, ടി ക്യൂ ആൻഡ് ടി ആർ എസ് ഈക്വൽ അല്ലേ? ഈ ഒരു പുള്ളിയിൽ സെയിം സ്ട്രിങ് അല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ടി ക്യൂ ആൻഡ് ടി ആർ എസ് ഈക്വൽ. അഗെയിൻ കൺസിഡർ ബോഡി ആർ. ആർ ബോഡി കൺസിഡർ ചെയ്യുക, ദാറ്റ് ഇസ് 4 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ബോഡി കൺസിഡർ ചെയ്യുക. ഇവിടെ എങ്ങനെയായിരിക്കും ആക്സിലറേഷൻ? സോ വി ആർ ടേക്കിംഗ് ദിസ് ബോഡി അലോൺ. ഓക്കെ, ഒരു ബോഡി മാത്രം എടുക്കുക. ഇവിടെ എങ്ങോട്ടായിരിക്കും ആക്സിലറേഷൻ? മേളിലേക്ക്. ഓക്കെ, മോഷൻ ഇസ് മേളിലേക്കാണ് മോഷൻ. സോ മേളിലോട്ടുള്ള അപ്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള എല്ലാം പോസിറ്റീവും ഡൗൺവേർഡ്സ് ഒക്കെ നെഗറ്റീവും ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഇവിടെ ടി ആർ പോസിറ്റീവും 4 നെഗറ്റീവും. ഓക്കെ, സോ ടി ആർ മൈനസ് 4 എന്ന് വരും ഫോഴ്സ്. ആൻഡ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? മൈനസ് 4/9.81 ഇൻറ്റു നമുക്കറിയാം ആക്സിലറേഷൻ, ആറിൻ്റെ ആക്സിലറേഷൻ എന്തായിരുന്നു? രണ്ടും മേളിലേക്ക് അപ്വേർഡ്സ് ആണ്. സോ A1 പ്ലസ് എ. ഓക്കെ, സോ A1 പ്ലസ് എ ആണ് ആക്സിലറേഷൻ. സോ ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ നേരത്ത് നമുക്കൊരു 3rd ഇക്വേഷൻ കിട്ടും. ക്ലിയർ? സോ നമുക്ക് 3 ഇക്വേഷൻസേ കിട്ടിയുള്ളൂ. വി ആർ ഹാവിങ് 4 അൺനോൺസ്. സോ ഒരു ഇക്വേഷൻ കൂടെ വേണം. ഓക്കെ, അതിനിപ്പോൾ നമ്മൾ ഏത് ബോഡിയാണ് കൺസിഡർ ചെയ്യേണ്ടത്? വി ഹാവ് ടു കൺസിഡർ ദിസ് ബി. ഓക്കെ, സോ കൺസിഡറിങ് ദിസ് ബി. ഓക്കെ, ടെൻഷൻ അലോങ് പുള്ളി. അപ്പോൾ ഈ ടി ആറും ടി ക്യൂവും ടി ആറും ഈക്വൽ ആണ്. ഓക്കെ, സോ അത് ആണ് നെക്സ്റ്റ് ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. അത് ടി ആറും ടി ക്യൂ ഈക്വൽ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സോ നമുക്കിവിടെ ടി ക്യൂവിൻ്റെ വാല്യൂ, ഓക്കെ, ബോഡി ക്യൂ കൺസിഡർ ചെയ്തപ്പോൾ ടി ക്യൂ കിട്ടി, ബോഡി ആർ കൺസിഡർ ചെയ്തപ്പോൾ ടി ആർ കിട്ടി. ടി ക്യൂ ആൻഡ് ടി ആർ. സോ ടി ആറും ടി ക്യൂ ഈക്വൽ ആയതുകൊണ്ട് ഈ 2 ഇക്വേഷൻ്റെയും ആർ എച്ച് എസും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഈ ആർ എച്ച് എസും
അതേപോലെ തന്നെ ഈ ആർ എച്ച് എസും ഇക്വേറ്റ് ചെയ്യുക. സോ ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് A1 ആൻഡ് A തമ്മിലൊരു റിലേഷൻ കിട്ടും. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യാൻ നേരത്ത് A1 ആൻഡ് A വെച്ചുള്ളൊരു റിലേഷൻ കിട്ടും. ക്ലിയർ? സോ നമുക്കിപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അഗെയിൻ 4 അൺനോൺസ് ആണുള്ളത്, അതുകൊണ്ട് ഒരു ഇക്വേഷൻ കൂടെ ഡിറൈവ് ചെയ്യണം. സോ വി ആർ ടേക്കിംഗ് ദിസ് പുള്ളി ബി. ഓക്കെ, സോ പുള്ളി ബി കൺസിഡർ ചെയ്യാൻ നേരത്തെ എങ്ങനെ വരും? സോ കൺസിഡർ പുള്ളി ബി. ഇറ്റ് ഈസ് എ വെയ്റ്റ്ലെസ് പുള്ളി. സോ വെയ്റ്റ്ലെസ് പുള്ളി ആയതുകൊണ്ട് ഇവിടുത്തെ മാസ് എന്ത് വരും? മാസ് ഓഫ് പുള്ളി 0 വരും. ഓക്കെ, സോ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ F മൈനസ് എം എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ മാസ് 0 ആയതുകൊണ്ട് ഈ ഒരു ടേം 0 ആയി പോകുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഈ പുള്ളി ബി, ഈ ഒരു പുള്ളിയുടെ കേസാണ്. എഗെയിൻ ഈ പുള്ളി എങ്ങോട്ടായിരുന്നു മൂവ് ചെയ്യുന്നത്? ഓക്കെ, പുള്ളി ഈ എയുടെ ഈ ഒരു സൈഡിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ ഈ വെയിറ്റ് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പുള്ളി എങ്ങോട്ട് മൂവ് ചെയ്യും? മേളിലേക്ക്, അപ്വേർഡ്സ്. സോ ദിസ് ഈസ് മൂവിങ് അപ്വേർഡ്സ്. സോ പുള്ളി ബി ഈസ് മൂവിങ് അപ്വേർഡ്സ്. സോ ഡയറക്ഷൻ ഓഫ് മോഷൻ അപ്വേർഡ്സ് ആണ്. സോ അപ്വേർഡ് ഫോഴ്സ് നമ്മൾ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ്സ് നെഗറ്റീവായിട്ടും എടുക്കുക. ഓക്കെ, സോ പുള്ളി ബി കൺസിഡർ ചെയ്യാൻ നേരത്താണ് കേട്ടോ. സോ ഇവിടെ ടി പി പോസിറ്റീവായിട്ട് എടുക്കുക. സോ പ്ലസ് ടി പി ആൻഡ് ടി ക്യു ആൻഡ് ടി ആർ നമുക്കറിയാം, ദേ ആർ സെയിം, ഈക്വൽ ആണ്. സോ ഞാനിവിടെ ടി ക്യു എന്ന് തന്നെ 2TQ എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇൻ മൈനസ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് 2Q. ഓക്കെ, സോ ടി ആർ ഇസ് ഈക്വൽ ടു ടി ക്യു. സോ മൈനസ് 2Q പ്ലസ് ടി പി ഇസ് ഈക്വൽ ടു 0. സോ മൈനസ് 2Q പ്ലസ് ടി പി ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് ടി പി എന്ത് കിട്ടും? ടി പി ഇസ് ഈക്വൽ ടു 2TQ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ടി പി ഇസ് ഈക്വൽ ടു 2TQ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി പിയുടെ ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. സോ ടി പി ഇസ് ഈക്വൽ ടു 2Q എന്ന് പറയുമ്പോൾ 15 ദിസ്, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് ദിസ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് TQ. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് അഗെയിൻ A1 ഒരു ഇക്വേഷൻ, A1 ആൻഡ് A തമ്മിലൊരു ഇക്വേഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് ദ 6th ഇക്വേഷൻ. ഓക്കെ, ഓൾറെഡി A1 ആൻഡ് A റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി, ആൻഡ് ഇവിടെയും നമുക്ക് A1 ആൻഡ് A റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, സോ ഈ 6th ഇക്വേഷനും 4th ഇക്വേഷനും തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, രണ്ടും A1ൻ്റെ ടേംസിലാണ്. സോ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി വാല്യൂ ഫോർ A കിട്ടും. ഓക്കെ, എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് A1 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഇക്വേഷൻ 6th ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് A1ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, സോ A ആൻഡ് A1 കിട്ടി. അഗെയിൻ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഫൈൻഡ് ദി ആക്സലറേഷൻ ഓഫ് P, Q ആൻഡ് R. ഓക്കെ, പിയുടെ ആക്സലറേഷൻ എന്തായിരുന്നു? A. ക്യൂവിൻ്റെ ആക്സലറേഷൻ A1 മൈനസ് A ആൻഡ് ആറിൻ്റെ ആക്സലറേഷൻ A1 പ്ലസ് A. ഓക്കെ, സോ A ആൻഡ് A1 കിട്ടിക്കഴിഞ്ഞാൽ ക്യാൻ വി ഫൈൻഡ് ദി ആക്സലറേഷൻ? യെസ്. ഓക്കെ, സോ ആക്സലറേഷൻ ഓഫ് P is 2.15, ആക്സലറേഷൻ ഓഫ് Q is A1 മൈനസ് A. ഓക്കെ, സോ A1 2.38 മൈനസ് 2.15 ഇങ്ങനെ കിട്ടും, ആൻഡ് R is equal to A1 പ്ലസ് A. വി ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പ്രോബ്ലംസ് ആ രീതിയിൽ ചെയ്താലും അതേപോലെ തന്നെ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞാലും ആകെ ഡിഫറൻസ് എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്കെ ഇൻക്ലൈൻഡ്, ഹൊറിസോണ്ടൽ, അതുപോലെ ഒരു കണക്റ്റഡ് ബോഡീസിൽ F is equal to MA എന്ന് എഴുതി. ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ F minus MA is equal to 0. Okay, so this is the only difference. Clear? So thank you for listening.